ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒരു പീലർ വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഉരുളൻകിഴങ്ങ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റ് ചെയ്യണ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഉരുളൻകിഴങ്ങ് മുഴുവനായിട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു നൂല് പോലെ കിട്ടും. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി വെള്ളത്തിന് കുറച്ച് കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നമ്മളെ ഉരുളൻകിഴങ്ങിൽ തന്നെയുള്ള വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇത് നല്ലതുപോലെ തന്നെ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ മുട്ടയും മൈദയുടെ പൊടിയൊക്കെ കൂടെ നമുക്കിതിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് ഇത്രയും പോകുന്നൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിൽ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബട്ടർ ഒന്ന് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബട്ടർ അങ്ങ് തേച്ച് കൊടുക്കാം. കൂടുതൽ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ ചെറിയൊരു പീസ് ഇട്ടിട്ട് നമ്മളിതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലും ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നമ്മുടെ ബട്ടർ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരേ ലെവലിൽ നമുക്ക് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും.
അപ്പോൾ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നമുക്ക് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും. കൂടുതൽ സമയമൊന്നും ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.